ദൈവതുല്യരായി നമ്മൾ കരുതുന്ന ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് പിണറായി വിജയനാണോ ദൈവതുല്യൻ, അതോ വി.എൻ. വാസവനാണോ, കടകംപള്ളി സുരേന്ദ്രനാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇവരാരും അല്ലാത്ത ചില ദൈവതുല്യന്മാരുണ്ട്. അത് പിന്നെ അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം. ശബരിമല തന്ത്രി തന്നെ, അതായത് ദേവന്റെ പിതസ്ഥാനത്തുള്ള തന്ത്രി തന്നെ അറസ്റ്റിലാവുന്നു, അതും ദേവന്റെ സ്വത്ത് അപഹരിച്ച കേസിൽ എന്നുള്ളത് സ്ഫോടനാത്മകമായ വാർത്തയാണ്. ശബരിമലയിലെ ദേവന്റെ സ്വത്ത് അപഹരിച്ചത് ദേവന്റെ പിതൃസ്ഥാനത്തുള്ള തന്ത്രിയുടെ കൂടി ആലോചനയിലോ സാന്നിധ്യത്തിലോ ഒത്താശയിലോ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രി തന്നെ കണ്ഠരര് രാജീവരര് തന്നെ അറസ്റ്റിലാകുന്നു എന്ന വലിയ പ്രത്യേകതയുണ്ട്. കണ്ഠരര് രാജീവരുടെ ജ്യേഷ്ഠൻ മോഹനര് മുൻപ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം 2 പതിറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയത് ഓർമ്മയിലുണ്ടാകും. താഴമൺ കുടുംബത്തിന് താന്ത്രിക അവകാശം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അങ്ങനെ പാരമ്പര്യമായി താന്ത്രിക അവകാശമുള്ള താഴമൺ കുടുംബത്തിലെ കണ്ഠരര് രാജീവര് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാവുന്നു എന്നുള്ളത് ഈ കേസിലെ ഒരു നിർണായകമായ വഴിത്തിരിവാണ് എന്ന് പറയേണ്ടി വരും. ആരെയാണോ പാലിക്കാൻ നിയോഗിച്ചിരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവായ ചുമതലയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. ദേവന്റെ പിതൃസ്ഥാനത്തുള്ള ദൈവികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട തന്ത്രിയും കൂടി അറസ്റ്റിലാകുമ്പോൾ ഇത് ദേവസ്വം ബോർഡും ശബരിമല തന്ത്രിയും കൂടി ഒരുമിച്ചുള്ള ഇവരുടെ രണ്ടുപേരുടെയും ഒരുമയിലുള്ള ഒരു വലിയ കൊള്ളയായിരുന്നു. അയ്യപ്പനെ കൊള്ളയടിച്ചത്. പോറ്റിയെ കയറ്റിയത് ആരാണ്? പോറ്റിയെ കയറ്റിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുൻകൈയിലാണോ?